ഈ ഒരു വർഷത്തെ ഫസ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ തന്നെ കുറച്ചൊരു ട്രഡീഷണൽ സ്റ്റൈലിലുള്ള ഒരു ഡോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ന്യൂ ഇയറിന് നമ്മൾ വീഡിയോ ഒന്നും സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ കുറച്ച് ലെങ്തി എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൂടുതലുള്ള വീഡിയോസാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുക. കൂടുതലായിട്ടും വളരെ സിമ്പിളായിട്ടുള്ള ഡോളൊക്കെ ആണെങ്കിൽ എന്നെക്കാട്ടിലും കുറവാണ്. അപ്പോൾ ചിലർ പറയാറുണ്ട് ലെങ്ത് ഉണ്ട് വീഡിയോയ്ക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് ലെങ്ത്ത് വരാൻ കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴേ അറിയാം. ഒരുപാട് ഡീറ്റെയിലിംഗ് കൊടുക്കുമ്പോൾ എന്താണെങ്കിലും വീഡിയോയ്ക്ക് കുറച്ച് ലെങ്ത് ഉണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാനിത് എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10-40 മിനിറ്റൊക്കെ ഉള്ള വീഡിയോ ആണ് ഓരോ ക്ലിപ്പും. പിന്നെ അതിൽ നിന്ന് കുറേ കളഞ്ഞിട്ട് കുറച്ച് സ്പീഡൊക്കെ കൂട്ടി ഇടുന്നതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിലെങ്കിലും എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നത്, ഈ ഒരു ലെങ്ത്തിലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതുപോലൊരു ബോട്ടിലാണ് കേട്ടോ. ഇതൊരു ഹോമിയോ മെഡിസിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏത് ബോട്ടിൽ വേണമെങ്കിലും ഈ ഷേപ്പിലുള്ളത് എടുക്കാം. ഇനിയിപ്പോൾ ബോട്ടിൽ ഇല്ലാതെ വേണമെങ്കിലും ഇത് ക്ലേ മാത്രം വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഷേപ്പാക്കി എടുത്താൽ മതി. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വേസ്റ്റ് മെറ്റീരിയൽ എന്തെങ്കിലും ബേസായിട്ട് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ചെറിയ ക്രിയേഷൻ ആയിക്കോട്ടെ വലിയ ക്രിയേഷൻ ആയിക്കോട്ടെ എന്തെങ്കിലും നമ്മളെ കൊണ്ട് റീയൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇല്ലാതെ ക്ലേ മാത്രം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാൻ നമ്മൾ അങ്ങനത്തെ ഡോളും ഒരുപാട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തംബ്നെയിലൊക്കെ കണ്ട പോലെ ഇതൊരു സാരി ഡോളാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ബോട്ടിൽ ആ ഒരു സാരിയുടെ നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പോൾ അപ്പർ ബോഡി എങ്ങനെ വരുന്നോ ആ ഷേപ്പിലാണ് നമ്മൾ ഈ ഒരു ക്ലേ കൊണ്ട് ഈ ബോട്ടിലിനെ കവർ ചെയ്തെടുക്കുന്നത്. അത് എത്ര വേണോ അതിനനുസരിച്ച് നമ്മൾ കവർ ചെയ്തെടുക്കും. ഇനി അതിന് ശേഷം നമ്മൾ അപ്പർ ബോഡിക്ക് വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ ഇതുപോലെ ഒരു ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്തേക്കും ക്ലേ വെച്ച് കവർ ചെയ്യും. എന്നിട്ട് അത് അപ്പർ ബോഡിയുടെ ഷേപ്പിൽ, ഇപ്പോൾ ലേഡിയാണ് ലേഡിയുടെ അപ്പർ ബോഡിയുടെ ഷേപ്പിലേക്ക് നമ്മളത് സ്കൾപ്റ്റ് ചെയ്ത് കൊണ്ടുവരിക. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണയും നമ്മൾ സ്കൾപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് കോൾപോസ്ലിൻ ക്ലേ ആണ്. കോൾപോസ്ലിൻ ക്ലേ എന്താണെന്ന് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ടെങ്കിലും അതിന് ബെനിഫിറ്റ് ആയിട്ടുള്ള പുതിയ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നത് വളരെ കുറവാണ്. എന്നാലും അവർക്ക് വേണ്ടിയിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്. ഇതൊരു ഹോം മെയ്ഡ് എയർ ഡ്രൈ ക്ലേ ആണ്. ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. യൂസ്ഫുൾ ആയിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെഫറൻസ് വീഡിയോസ് എന്ന് കൊടുത്തിട്ട് ടൈറ്റിൽ കൊടുത്തിട്ട് അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. എല്ലാ വീഡിയോയിലും എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കാണിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് മുമ്പത്തെ വീഡിയോൻ്റെ റെഫറൻസ് പറയുന്നത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അതൊന്ന് ചെക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നമ്മൾ അപ്പർ ബോഡിയും ലോവർ ബോഡിയും നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു സ്ട്രോങ് ഗ്ലൂ വെച്ചിട്ട് അത് രണ്ടും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫെവിക്കോളിൻ്റെ ഓൾഫിക്സ് ഗ്ലൂ ആണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. ഫെവിക്കോളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒട്ടും, പിന്നെ അത് കുറച്ച് നേരം ഹോൾഡ് ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതൊരു ഇത്തിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ഇതുപോലെയുള്ള കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലൂ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നമ്മൾ ഇത് രണ്ടും ഒട്ടിച്ചതിൻ്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടും ബാക്കി ബോഡിയുടെ ആ ഒരു ഷേപ്പ് വരുന്ന രീതിയിലെല്ലാം വീണ്ടും ക്ലേ ഉപയോഗിച്ചിട്ട് ബാക്കിയെല്ലാം സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡോൾസിൻ്റെ അപ്പർ ബോഡിയുടെ ആ ഒരു സ്കൾപ്പിംഗ് ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ അത് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള ഏതൊരു വീഡിയോ എടുത്ത് നോക്കിയാലും ഇത് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക, എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമുക്ക് ഫേസ് സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്ലേ എടുത്തതിന് ശേഷം ആദ്യം ഒരു ബേസ് ആയിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ മൂക്കും വായും ഒക്കെ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എപ്പോഴും പരാതി കേൾക്കാറുണ്ട് ഞാൻ, ചിലവരെങ്കിലും പറയും ഫേസ് ഉണ്ടാക്കുന്നത് വ്യക്തമായിട്ട് കാണുന്നില്ല. നിങ്ങൾ നോക്കി നോക്കൂ, ഇത് എത്ര ചെറിയ ഫേസ് ആണെന്നുള്ളത്. അപ്പോൾ അത്രയും ചെറിയൊരു ഫേസാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം തന്നെ നമുക്ക് പല ആംഗിളിൽ വെച്ചിട്ട് ഭയങ്കര അൾട്രാ സ്പെസിഫിക് ആയിട്ടൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അതുപോലെ തന്നെ നല്ല ക്യാമറ ആവശ്യമുണ്ട്. എൻ്റെ കയ്യിൽ ഇതൊന്നും വലിയ കാര്യത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഉള്ള ഒരു പരിമിതിയിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. പല വീഡിയോയിലും പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിലപ്പോൾ കുറച്ച് വിഷമം തോന്നും. നമ്മൾ ഇത്ര എഫർട്ട് എടുത്തിട്ടും എവിടുന്നും ഇവിടുന്നൊക്കെ എന്തെങ്കിലും ഒരു കുറ്റം കേൾക്കുമ്പോൾ അപ്രിസിയേഷനോ അല്ലെങ്കിൽ സപ്പോർട്ടോ ഒന്നും ഇല്ല, അണ്ടർ റേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും അത് ഇത് ചെയ്യുന്ന പറയുമ്പോൾ നമ്മുടെ പരിമിതിയിൽ നിന്നുകൊണ്ടല്ലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ എഫേർട്സ് ഇതുപോലെ വീഡിയോ കുറച്ചെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ നമുക്ക് ഇത്തിരിയെങ്കിലും റീച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും.
സോ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചെറിയ ഫേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്തത്. പലപ്പോഴും ഞാൻ ക്യാപ്ചർ ചെയ്തിട്ട് കറക്റ്റ് ആവാതെ ഞാൻ ഡിലീറ്റ് ചെയ്ത അവസരങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, അതങ്ങനെ ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്രയും ഫൈൻ ആയിട്ടുള്ള ഡീറ്റെയിലൊക്കെ കറക്റ്റ് ആംഗിളിലൊന്നും ഷൂട്ട് ചെയ്യാനെ കൊണ്ട് പറ്റില്ല. കാരണം നമ്മൾ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്, എഡിറ്റ് ചെയ്യുന്നത്, അതുപോലെ പൊസിഷൻ ചെയ്യുന്നത്, എവിടെയെങ്കിലും സ്റ്റാൻഡിൽ വെച്ചിട്ട് എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടെ ഇവിടെയൊക്കെ വ്യത്യാസം ഉണ്ടാവും. എല്ലാം നമ്മൾ നോക്കണ്ടേ, ക്ലിയർ ആയിട്ട് വരുന്നുണ്ടോ, ഫോക്കസ് ശരിയാണോ, അതെല്ലാം നമ്മൾ തന്നെയാണ് നോക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചിലപ്പം വീഡിയോയിൽ അത്രയും മൈന്യൂട്ടായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്യാം കേട്ടോ. ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നല്ല പറയുന്നത്, ഇമ്പ്രൂവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു എഫർട്ടും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഡോളിൻ്റെ ഒരു ബ്ലൗസിൻ്റെ പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത്തവണ നമ്മൾ ചെയ്യുന്നത് ഒരു കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് നമ്മൾ സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഉടുപ്പിക്കുകയല്ല, സ്കൾപ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്ന കളർ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മജന്തയും ഡീപ് ബ്രില്യൻ പർപ്പിളുമാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലുള്ള ഒരു കാഞ്ചീപുരം സിൽക്ക് സാരിയാണ് നമ്മളിന്ന് സ്കൾപ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബോർഡറിലും ഈ ഒരു മജന്ത കൊടുത്തിട്ടുണ്ട്, ബ്ലൗസിൽ ഈ ഒരു മജന്ത കൊടുത്തിട്ടുണ്ട്. ബാക്കി ഭാഗമെല്ലാം നമ്മൾ ലൈറ്റ് ബ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോ നിങ്ങൾ സാരി ഒബ്സർവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഡ്രേപ്പിംഗ് പോകുന്നതെന്ന് ഒബ്സർവ് ചെയ്തിട്ട് വേണം ഇങ്ങനെ ക്ലേ വെച്ച് സ്കൾപ്റ്റ് ചെയ്യാൻ. ക്ലേ വെച്ച് സ്കൾപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉടുപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ, നമ്മൾ ഓരോ പോർഷനായിട്ട് വേണം ചെയ്യാൻ. ചെറിയ ഡോളായതുകൊണ്ട് കൂടുതലായിട്ടും ഡീറ്റെയിലിംഗ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പോർഷനായിട്ട് തന്നെ ചെയ്ത് പോകണം. സോ അതുകൊണ്ട് നമ്മളിവിടെ ഓൾറെഡി ക്ലേയിൽ കളർ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അധികം ചെളിയൊന്നും ആവാതെ പ്രത്യേകിച്ച് വളരെ കോഷ്യസ് ആയിട്ട് വേണം ഈ ഒരു ഓരോ സ്റ്റെപ്പും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ സൈഡിലുള്ള പ്ലീറ്റ്സ് ഉണ്ടല്ലോ, നമ്മൾ ഉടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് വരുന്ന പ്ലീറ്റ്സ്, ആ ഒരു അവിടുത്തെ പ്ലീറ്റ്സിലാണ് തുടങ്ങുന്നത്. കാരണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ചെയ്യണത്. അപ്പോൾ സൈഡിലെ പ്ലീറ്റ്സ് ഉണങ്ങിയതിന് ശേഷം ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ചെയ്യുമ്പോൾ അവിടെ നല്ല കറക്റ്റായിട്ടിരിക്കും. അല്ല നമ്മൾ ഫ്രണ്ടിൽ നിന്നാണ് സ്കൾപ്റ്റിങ് തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ, ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ഒക്കെയാണ് ആദ്യം വെക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ബാക്കിലെ പ്ലീറ്റ്സ് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തത്. ഇനി നമുക്ക് ലാസ്റ്റ് മുന്താണിയുടെ പോർഷൻ, ലാസ്റ്റത്തെ ആ ഒരു എൻഡ് ഭാഗം മാത്രമാണ് പുറകിലേക്ക് വരാനുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഫ്രണ്ടിലുള്ളത് ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ ഫ്രണ്ടിലത്തെ പ്ലീറ്റ്സ് എങ്ങനെയാണ് വെക്കുന്നതെന്ന്. നമ്മളിങ്ങനെ കുറച്ച് ക്ലേ വെച്ചതിന് ശേഷം ഓരോ പ്ലീറ്റ്സ് ഇതുപോലെ എന്തെങ്കിലും നീഡിലോ അല്ലെങ്കിൽ ടൂളൊക്കെ വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഒരു ഫ്രണ്ടിൽ സാരി ഉടുക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഫ്രണ്ടിലേക്ക് വരുന്ന ഒരു എൻഡിൽ വരുന്ന ഒരു പ്ലീറ്റ് കുറച്ച് ചെരിഞ്ഞായിരിക്കുക. ആ ചെരിഞ്ഞിരിക്കുന്ന പ്ലീറ്റ് അങ്ങനെ ചെരിച്ച് തന്നെ വെച്ചതിന് ശേഷം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളമൊക്കെ തൂത്ത് നന്നായിട്ട് മിനുസാക്കി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് താഴെ ബോർഡർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഉണങ്ങിയതിന് ശേഷം ബോർഡർ വയ്ക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ബോർഡർ അതിനോടുകൂടി കുറച്ചും കൂടെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. ഇനി താഴത്തെ ബോർഡർ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് പതുക്കെ ഫ്രണ്ടിലേക്കുള്ള പോർഷൻ സ്കൾപ്റ്റ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പം നമ്മൾ ബോർഡർ എല്ലാം വെച്ച് കൊടുത്തത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഫ്രണ്ടിലേക്കുള്ള പോർഷൻ വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം അല്ലെങ്കിൽ നമ്മുടെ കൈയൊക്കെ തട്ടിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഷേപ്പൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ സാരി ഉടുത്ത് കൊടുത്തതിൻ്റെ. അപ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്കുള്ള പോർഷൻ വെക്കുന്ന സമയത്ത് പുറകിൽ എവിടെ നിന്നാണോ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, അവിടെ എവിടെയാണോ എൻഡ് ആയിട്ടുള്ളത് അവിടെ തൊട്ട് തുടങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്കിതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ വെക്കുമ്പോഴാണ് നമ്മൾ സാരി ഉടുത്തെന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ. ആ ഒരു ഡോളിൽ അത് അങ്ങനെ തന്നെയാണ് പോകുന്നത്, അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് പോകുന്ന പോലെ തന്നെ ഇരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇച്ചിരി നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും വരില്ല. എന്നാലും മാക്സിമം നമ്മൾ അങ്ങനെ വയ്ക്കാൻ നോക്കണം. ഇനി നമുക്ക് ഇതുപോലെ ഓരോ പ്ലീറ്റ്സും വെച്ച് കൊടുക്കാം. മുകളിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ആ ഒരു ബോർഡറും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ലാസ്റ്റ് വെച്ച പ്ലീറ്റിൻ്റെ മുകളിലായിട്ട് തുടങ്ങിയതിന് ശേഷം നമുക്ക് മുകളിലേക്ക് നമ്മൾ ഷോൾഡറിൽ പിൻ ചെയ്യില്ലേ, അങ്ങോട്ട് എത്ര വേണമോ ആ രീതിയിൽ എൻഡ് കറക്റ്റാക്കി വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറത്ത് വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്ത് നല്ല സ്മൂത്താക്കി ഫിനിഷാക്കി എടുക്കണം. അത്രയും ഉണങ്ങി കഴിയുമ്പോൾ ഇപ്പോൾ കളറ് നമ്മളെടുത്ത കളറിനെക്കാട്ടിലും ഡീപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഗോൾഡ് പോർസിലിൻ ക്ലേ ഉണങ്ങി കഴിയുമ്പോൾ ഇതുപോലെ കളർ ഡീപ്പെൻഡ് ചെയ്യും. അത് നമ്മൾ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് കളർ ആഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡീപ്പർ കളറായിട്ട് വരില്ല. പക്ഷേ ഞാനിങ്ങനെ ക്ലേ ഉണ്ടാക്കുന്ന സമയത്ത് വൈറ്റ് കളറൊന്നും ആഡ് ചെയ്യാറില്ല. സോ അതുകൊണ്ട് എൻ്റെ ക്ലേ
എത്ര കളറാണോ ഞാൻ ക്ലേയുടെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ളത് ആ കളറിൻ്റെ ഡാർക്കർ ഷെയ്ഡായിരിക്കും ഉണങ്ങിക്കഴിയുമ്പോൾ കിട്ടുക. ഇനി നമുക്ക് ഡോളിൻ്റെ കൈകൾ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈകൾ നമ്മളിതുപോലെ 2 കൈകളും പോർസലെയിൻ ക്ലേ വെച്ചിട്ട് ഇതുപോലെ സ്കൾപ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കൈകളുടെ മേക്കിംഗ് ഒക്കെ ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്, ഇതിലും കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാൻ കാരണം എൻ്റെ കൈൻ്റെ പൊസിഷൻ നമ്മളിതുപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ നീട്ടിയാണ് പിടിച്ചിട്ടുള്ളത്. സോ ആ രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ പകുതി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഒട്ടിക്കുന്നത്. കാരണം നമുക്ക് ആ ഒരു പൊസിഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ഷോൾഡറിൽ നിന്ന് തുടങ്ങുന്ന ഭാഗം കുറച്ച് ക്ലേയും ഗ്ലൂവും കൂടെ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡോളിൻ്റെ സ്ലീവ്ലെസ് ബ്ലൗസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഇവിടെ സ്കിൻ കളർ ക്ലേ മാത്രം വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്താൽ മതിയാവും കേട്ടോ. കാരണം സ്ലീവ്ലെസ് എന്ന് പറയുമ്പോൾ അത്രയും ഭാഗത്ത് മാത്രമല്ലേ ഒരു ബ്ലൗസിൻ്റെ പോർഷൻ വരുള്ളൂ. പക്ഷെ ഞാനിവിടെ സ്ലീവ് വെക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ആ കൈ വെച്ചതിൻ്റെ പുറത്തൂടെ നമ്മുടെ ഒരു ബ്ലൗസിൻ്റെ കളറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ കളർ ചേഞ്ച് എത്രയാണ്. ഇനി നമുക്ക് താഴോട്ട് അതൊന്ന് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം നമുക്ക് താഴെയുള്ള ആ ഒരു പോർഷനൂടെ എൽബോയുടെ താഴെ വരുന്ന പോർഷനും കൂടെ നമുക്കിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് ഏത് പൊസിഷനിലാണ് ആണോ കൈ വേണ്ടത് അതിൽ വെച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കുറച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം താഴത്തെ സാരിയുടെ എൻ പോർഷൻ പുറകിലേക്ക് ഇതുപോലെ നീട്ടി വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബോർഡറും വെച്ച് കൊടുത്തിട്ട് അതും നന്നായിട്ട് ഉണക്കിയെടുക്കുക. ഇനി നമുക്ക് പതുക്കെ ഇതെല്ലാം ഉണങ്ങി വന്നതിന് ശേഷം ബാക്കി പെയിൻറ്റിങ് പരിപാടിയെല്ലാം തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഫേസിനാണ് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തവണ ഞാൻ വീണ്ടും എൻ്റെ പഴയ ടെക്നിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഫേസ് ഇത്തിരി കൂടെ ഒന്ന് റിയലിസ്റ്റിക് ആക്കാൻ ഇത്തിരി മേക്കപ്പ് എഫക്റ്റൊക്കെ പോലെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇരുന്നോട്ടെ വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് സോഫ്റ്റ് പേസ്റ്റൽസ് വീണ്ടും എടുത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സോഫ്റ്റ് പേസ്റ്റൽസ് ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പോകണമെന്നില്ല. സാധാരണ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് തന്നെ സാധാരണ നമ്മുടെ ഡോളിനൊക്കെ വരയ്ക്കുന്ന പോലെ തന്നെ വരച്ചോളൂ കേട്ടോ. ഇല്ല സോഫ്റ്റ് പേസ്റ്റൽസ് ഉണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഇത്തരത്തിലും ചെയ്യാം. ഇത് വേറൊരു പണിയില്ല. നമ്മൾ ഇത്ര എടുത്ത കളേഴ്സൊക്കെ തന്നെ എടുത്തിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഓരോരോ കോണ്ടൂറിങ് ഹൈലൈറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈറ്റ് ഷെയ്ഡ് വെച്ച് ഹൈലൈറ്റ് ചെയ്യുക. കോണ്ടൂറിങ് ഡാർക്ക് ഏരിയാസ് വരുന്നിടത്ത് നമ്മളിതുപോലെ ആ ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. ഇതിനെല്ലാം നമ്മൾ ഡ്രൈ ബ്രഷ് എടുക്കണം. ഈ സോഫ്റ്റ് പേസസ് കുറച്ച് ചുരണ്ടി എടുത്തതിന് ശേഷം ഡ്രൈ ബ്രഷ് വെച്ചിട്ട് എവിടെയൊക്കെയാണ് നമുക്ക് ഈ തരം ഡാർക്കും ലൈറ്റും ഒക്കെ വേണ്ടത് അതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതിൽ ലിപ്പിൻ്റെ അവിടെയോ അതുപോലെ ചീക്ക് ഏരിയയിലൊക്കെ കുറച്ച് ബ്ലഷിങ് എഫക്റ്റ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബ്ലഷാണ് ഏറ്റവും രസം. കാരണം നമ്മളിങ്ങനെ ഡ്രൈ ബ്രഷ് വെച്ചിട്ട് ആ ചീക്കിൽ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എഫക്റ്റ് വരും. പിന്നീട് ഇത്രയും ഔട്ട്ലൈൻ എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് വീണ്ടും അതൊന്ന് കുറച്ചുകൂടെ ഒന്ന് എൻഹാൻസ് ചെയ്തിട്ട് ക്ലിയർ ആയിട്ട് വരച്ചെടുക്കും. ഈ ഒരു മെത്തേഡാണ് ഞാൻ ഇത്തവണ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. ഒത്തിരി സമയം എടുത്തിട്ട് ചെയ്തതാണ് ഇത്രയും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സാധാരണ വാർണിഷ് ഏറ്റവും അവസാനം വേണമെങ്കിൽ മാത്രം അടിച്ചു കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ ഇത്തവണ ഞാൻ മാറ്റ് വാർണിഷാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു തവണ ഒന്ന് ബോഡിയിലും ഫേസിലും മാത്രം, സാരിയിലില്ല കേട്ടോ, ബോഡിയിലും ഫേസിലും മാത്രം ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു. പക്ഷേ ഒത്തിരി തിളക്കം കൂടി പോയോന്ന് സംശയം. പക്ഷേ ഞാൻ മാറ്റ് ഫിനിഷാണ് കൊടുത്തത്, എന്നാലും ഒത്തിരി തിളക്കമുള്ള പോലെ എനിക്ക് തോന്നി. പക്ഷേ ലാസ്റ്റ് ഫോട്ടോ ഓവറോൾ എടുത്തപ്പോഴൊന്നും എനിക്ക് അത്രയ്ക്ക് ഒരു ഷൈനിങ് ഒന്നും തോന്നിയില്ല. പിന്നെ കുഴപ്പമില്ലായിരുന്നു. ഇത്രയും പെയിൻറ്റ് ചെയ്തപ്പോൾ മാത്രം അങ്ങനെ തോന്നി. ഇനി നമുക്ക് സാരിയിലുള്ള ഡീറ്റെയിലിംഗ് കൊടുക്കാം. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതായത് സാരി നമുക്കറിയാം, സിൽക്ക് സാരി വരുമ്പോൾ കാഞ്ചീപുരത്തിലൊക്കെ ഒത്തിരി ഷൈനിങ് എലമെൻറ്റ്സ് ഉണ്ടല്ലോ. അപ്പോൾ അത് കൊടുക്കുകയാണ്. ആദ്യമേ നമ്മൾ ബോഡിയിൽ ലൈറ്റ് ബ്ലൂ ആയിരുന്നല്ലോ, ആ ലൈറ്റ് ബ്ലൂവിൻ്റെ കൂടെ കുറച്ച് നിങ്ങളതിൽ പേൾ മെറ്റാലിക് ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ പേൾ മെറ്റാലിക്കിൻ്റെ ബ്ലൂ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ എക്സാക്റ്റ് കളറിൻ്റെ കൂടെ കുറച്ച് ഗോൾഡ് അക്രിലിക് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്യുക. വളരെ ചെറുത്, പിന്നെ കുറച്ചും കൂടെ ഡാർക്കർ ആയിട്ടുള്ളത്, പിന്നെ കുറച്ചും കൂടെ ഗോൾഡ് മാത്രമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതാണ് ബോഡിയിലെ പെയിൻറ്റിങ്. ഇനി ബോർഡറിലാവട്ടെ നമ്മൾ ആദ്യം ഈ മജന്ത കളറിൻ്റെ തന്നെ കുറച്ച് ഷൈനിങ് മജന്ത ഉണ്ടാക്കിയെടുത്തു ഗോൾഡുമായിട്ട് മിക്സ് ചെയ്തിട്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഗോൾഡ് മാത്രം വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും പെയിൻറ്റ് ചെയ്ത് കൊടുത്തു. ഇനി അതിൽ കുറച്ച് ഡിസൈനിങ് വേണമെങ്കിൽ പിന്നീട് നമ്മൾക്ക് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അവസാനം കുറച്ചും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മജന്ത മാത്രം വെച്ചിട്ട് കുത്തും കോമയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു കുഞ്ഞു ഡോളായതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡിസൈൻ ചെയ്തത്. ഇതിപ്പോൾ ഒരു വലിയ ഡോളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്കൾപ്റ്റ് ചെയ്ത സാരിയിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസൊക്കെ വരയ്ക്കാൻ പറ്റും.
പട്ടിൽ വരുന്ന ഓരോ ഡിസൈൻസും ഒക്കെ നമുക്ക് സമയം എടുത്ത് വരയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ ഇവിടെ നമ്മൾ കുഞ്ഞു ഡോളായതുകൊണ്ട് അത്ര എൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഡോളിൻ്റെ ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഇത്തവണ നമ്മളൊരു ലോ സ്റ്റൈൽ ബണ്ണാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് മുല്ലപ്പൂ കൂടെ വെച്ച് കൊടുക്കാം. മുല്ലപ്പൂ വയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ പണിയൊന്നുമില്ല കേട്ടോ. കുറച്ച് വൈറ്റ് ക്ലേ എടുത്തതിന് ശേഷം ബണ്ണിന് ചുറ്റി വെക്കണു. എന്നിട്ട് ഒരു നീഡിലോ അല്ലെങ്കിൽ ഇതുപോലെ ടൂളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി. അപ്പം തന്നെ അതിങ്ങനെ ഒരു മുല്ലപ്പൂവിൻ്റെ ഗാർലൻഡ് മാതിരി തന്നെ തോന്നും നമുക്ക്. ചെറിയ ഡോളല്ലേ, അത്രയൊക്കെ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ഓർണമെൻ്റ് ആയിട്ട് 2 വലിയ ജുമിക്കി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 വളയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ക്ലേയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വളരെ കുഞ്ഞായതുകൊണ്ട് തന്നെ ഞാൻ അത്രയും ഡീറ്റെയിലിംഗ് ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. പിന്നീട് വലിയ ഡോൾസിനൊക്കെ നമുക്ക് ഇതുപോലെ ഓർണമെൻറ്റ്സ് ചെയ്യുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ചെയ്യണമെന്നുള്ളത്. പിന്നെ നമ്മളൊരു കുട്ടി ചിരാത് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമുക്ക് കയ്യിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇയറിങ് ഇപ്പോൾ കുറച്ച് വലുതാണല്ലോ, അപ്പം നമ്മൾ സ്റ്റൈൽ ചെയ്യണ പോലെ തന്നെ വലിയ കമ്മലിടുമ്പോൾ മാല ഇടില്ല. അതേപോലെ തന്നെ ഞാൻ ഇവിടെ നെക്ലേസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല. കാരണം നെക്ലേസ് ഞാൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ അതിനൊരു ഹെവി ഫീലിംഗ് തോന്നുക, അത്രയും ഭംഗി തോന്നണില്ല എനിക്ക് ഡോളിന്. അപ്പോൾ ഡോളിന് എന്തുകൊണ്ട് സ്റ്റൈലിംഗ് ടിപ്സ് ഒന്നും അപ്ലൈ ചെയ്തുകൂടാന്ന് തോന്നിയിട്ട് ഞാനും ഇവിടെ ബെയറായിട്ടുള്ള നെക്കിനെ കൊടുത്തിട്ടില്ല. അവിടെ ഓർണമെൻറ്റ്സ് ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചു. അപ്പോൾ ആ സാരിയുടെ കളറൊക്കെ നല്ല ആപ്റ്റായിട്ട് കിട്ടുന്നുമുണ്ട് വീഡിയോ എടുക്കുന്ന സമയത്ത്. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ എൻ്റെ എല്ലാ ഡോൾസിനും ഡോൾ ബ്രദേഴ്സിനും ഡോൾ സിസ്റ്റേഴ്സിനും ഒക്കെ നെയിം കൊടുക്കാറുണ്ട്. അപ്പോൾ കുറച്ച് നാളായിട്ട് ആ ഒരു പരിപാടി അങ്ങനെ പറയണ്ടായിരുന്നില്ല വീഡിയോയിൽ. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഡോളിന് നമ്മളൊരു നെയിം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡോളിൻ്റെ നെയിം എന്താണെന്ന് അറിയണ്ടേ? ഈ ഡോളിൻ്റെ നെയിമാണ് ദ്യുതി. ഏതായാലും ചിരാതൊക്കെ പിടിച്ച് പ്രകാശം പരത്തിക്കൊണ്ടിരിക്കുകയല്ലേ, എന്നാൽ പിന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടൊരു പേരിടാൻ വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ ദ്യുതിന്ന് പേരിട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ വർഷം എല്ലാവർക്കും ഐശ്വര്യവും നന്മയൊക്കെ ഉള്ളതാവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ, താങ്ക് യു ഫോർ വാച്ചിങ്. Tschüss!